പ്രിയമുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് 7 മാത്സിലെ ചാപ്റ്റർ 1 ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. പാർട്ട് 3 2 പാർട്ടുകൾ നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ എന്താണിത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കോ ആംഗിൾസിനെ കുറിച്ചാണ്. കോ ആംഗിൾസ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്നും കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്നും 2 തരത്തിലുണ്ട്. അപ്പോൾ കോ ആംഗിൾസ് കോ ഇൻറ്റീരിയർ ആംഗിൾസും ഉണ്ട്, കോ എക്സ്റ്റീരിയർ ആംഗിൾസും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇവിടെ 4 ആംഗിൾസ് ഉണ്ട്, ഇവിടെ 4. അപ്പോൾ ടോട്ടൽ 8 ആംഗിൾസ് ആർ ദെയർ. ഓക്കെ, ഇതിൽ നമ്മൾ ഈ 8 ആംഗിൾസിന് നമ്മൾ 4 പെയറുകളായിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ കോ ഇൻറ്റീരിയർ ആംഗിൾസിൽ 2 പെയറുകളുണ്ടാവും, കോ എക്സ്റ്റീരിയർ ആംഗിൾസിലും 2 പെയറുകളുണ്ടാവും. അപ്പോൾ അവ ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം. നമുക്കാദ്യം കോ ഇൻറ്റീരിയർ ആംഗിൾസിനെ കുറിച്ച് പഠിക്കാം. ഈ പാരലൽ ലൈൻസ് നിങ്ങൾ കണ്ടോ? ഈ ലൈനിൽ ഉള്ളിൽ വരുന്ന ഇൻസൈഡ് ദിസ് ലൈൻസ്, ഈ ഉള്ളിൽ വരുന്ന ആംഗിൾസുകളെയാണ് നമ്മൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. നമുക്കത് ഈ ആംഗിൾ, ഇതിന് നമ്മൾ നമ്പർ 4 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് 5 ആണ്. ഇതും ആണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആയിട്ട് വരുന്നത് 5. അപ്പോൾ ഇവിടെ ഞാൻ ആംഗിൾസ് എഴുതാം. 4 എന്ന് പറയുന്നത് 5, ഇവ രണ്ടും പേഴ്സുകളാണ്. പിന്നെ നിങ്ങൾ നോക്കുക, ഇവ ഈക്വലായിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല, ഈക്വലായിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. 4ഉം 5ഉമാണ് എന്ത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, 4 5. നമുക്കിനി ഈ ആംഗിൾ 2 ഒന്ന് നോക്കിയാലോ? ആംഗിൾ 2ൻ്റെ പെയർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആംഗിൾ 7 ആണ്. അപ്പോൾ ആംഗിൾ 2വിൻ്റെ പെയർ, ഇത് ഈക്വൽ അല്ല, ആംഗിൾ 2വിൻ്റെ പെയർ എന്ന് പറയുന്നത് ആംഗിൾ 7 ആണ്. ഓക്കെ, ഇവ രണ്ടുമാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആയിട്ട് വരിക. ഇനി നമുക്കിവിടെ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് നോക്കാം. ഈ ലൈനിന് പുറത്ത്, അല്ലെങ്കിൽ ഈ ലൈനിന് പുറത്ത് ഉള്ളതിനെ, ഔട്ട്സൈഡ് ഉള്ളതിനെയാണ് നമ്മൾ കോ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആംഗിൾ 1 ഒന്നെടുത്താൽ, ഈ 1ൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് 8 ആണ്. മനസ്സിലായല്ലോ? ഇതിൻ്റെ കോ എക്സ്റ്റീരിയർ ആംഗിൾ താഴെ ഔട്ട്സൈഡുള്ള 8 ആണ്. അപ്പോൾ ആംഗിൾ 1 നമുക്ക് ആംഗിൾ 8 എന്ന് എഴുതാം. ഇവ ഈക്വൽ അല്ല. ഇനി നിങ്ങൾ നോക്കുക, ഇപ്പോൾ ആംഗിൾ 1 നമ്മളെടുത്തു. ഇനി ആംഗിൾ 3 എടുത്താലോ? ഈ 3യുടെ എക്സ്റ്റീരിയർ ആംഗിളായിട്ട് വരുന്നത് ഏതാണ്? 3യുടെ എക്സ്റ്റീരിയർ ആംഗിളായിട്ട് വരുന്നത് ഈ 6 ആണ്, ഈ പുറത്തുള്ളതാണ്. അപ്പോൾ നമ്മൾ ആംഗിൾ 3, ഇത് നമ്മൾ ഈക്വൽ അല്ല, നമ്മളതിനെ 6 എന്നെഴുതി. അപ്പോൾ നമുക്ക് 4 പേരുകൾ കിട്ടിയല്ലോ. 4ഉം 5ഉം പേരുകളാണ്, കോ ഇൻറ്റീരിയർ ആംഗിൾസാണ്. 2ഉം 7ഉം പേരുകളാണ്, കോ ഇൻറ്റീരിയർ ആംഗിൾസാണ്. ആംഗിൾ 1ഉം 8ഉം എക്സ്റ്റീരിയർ ആംഗിൾസാണ്. ആംഗിൾ 3ഉം 6ഉം എക്സ്റ്റീരിയർ ആംഗിൾസാണ്. ഓക്കെ, നമ്മൾ നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസും ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, ഈ ആംഗിൾസിൻ്റെ പെയറുകളൊക്കെ ഈക്വലായിരുന്നു. എന്നാൽ ഇവിടെ കോ ആംഗിൾസിലേക്ക് വരുമ്പോൾ ഇവയൊന്നും ഈക്വൽ അല്ല എന്ന് കാണാം.